കേരളത്തിനെ കാണണമെങ്കിൽ നമ്മൾ കേരളത്തിന് ഉള്ളോട് കയറി ചെല്ലണം എന്നാൽ നമുക്ക് കേരളത്തിനെ കാണാൻ പറ്റും. സ്വന്തമായി അധ്വാനിച്ച് നല്ലൊരു പ്രൊഫഷനിൽ എത്തിയിട്ട് നല്ലൊരു യാത്ര ചെയ്യുക. അത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഉപദേശമാണ് സൊസൈറ്റി കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തണം. അഡ്വക്കേറ്റ് നിജാസ് താമരശ്ശേരി, കോഴിക്കോടുകാരൻ, അഡ്വക്കേറ്റാണ്, ഹൈക്കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു. പക്ഷെ അതൊന്നുമല്ലല്ലോ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഇവിടെ വന്ന് നമ്മുടെ മുന്നിലിരിക്കാനുള്ള കാരണം. 86 ദിവസം കൊണ്ട് ലഹരിക്ക് എതിരായി, ലഹരി ഒഴിവാക്കുക, യാത്ര ലഹരിയായി സ്വീകരിക്കുക എന്ന സന്ദേശവുമായി ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും 3 രാജ്യ അതിർത്തികൾ, അതിൽ പ്രശ്നങ്ങൾ നിറഞ്ഞ പ്രദേശങ്ങൾ, ലഹരിക്കെതിരാണ്, ലഹരി ഒഴിവാക്കുക എന്ന് പറഞ്ഞാണ്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ യാത്രയുടെ എക്സ്പീരിയൻസ്? ഞാനൊരു താമരശ്ശേരിക്കാരനാണ്, താമരശ്ശേരി കോഴിക്കോട്. കുറച്ച് മുമ്പൊക്കെ താമരശ്ശേരി എന്ന് കേൾക്കുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് പപ്പുച്ചേട്ടൻ്റെ ഡയലോഗാണ്, താമരശ്ശേരി ചുരം എന്നുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട്, 2-3 മാസങ്ങളായിട്ട് അതിൻ്റെ ട്രെൻഡ് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. ഇപ്പോൾ താമരശ്ശേരി എന്ന് കേൾക്കുന്ന സമയത്ത് ലഹരി അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട അക്രമ കൊലപാതകങ്ങൾ എന്ന രീതിയിൽ മാത്രമായിട്ട് മാറുന്നുണ്ട്. സ്വന്തം നാട്ടിൽ നടന്നിട്ടുള്ള ലഹരി ഉപയോഗത്തിന്റെ ഭീകര വശങ്ങൾ കണ്ടതുകൊണ്ടാണോ ഇങ്ങനൊരു യാത്രയിലേക്ക്? പക്ഷേ അതൊരു വലിയൊരു കാരണം തന്നെയാണ്. കാരണം നമ്മൾ കേരളത്തിൽ ജീവിക്കുകയാണെങ്കിൽ പോലും നമ്മുടെ നാടിനോട് നമുക്ക് പ്രത്യേക ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ. ശരിക്കും പറയണമെങ്കിൽ താമരശ്ശേരിക്കാരെ സ്നേഹം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ താമരശ്ശേരി തന്നെ വരണം. അവിടുത്തെ ഭക്ഷണവും അവിടുത്തെ ആളുകളെ മര്യാദയ്ക്കാണെങ്കിൽ നമ്മൾ അവിടെ തന്നെ വരണം. പക്ഷെ ഇതൊന്നും അറിയാതെ സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവ് കമൻ്റ് ഇട്ട് താമരശ്ശേരിനെ കുറിച്ച് ട്രോൾ വീഡിയോ ഇറക്കിയിട്ടുള്ളൊരു സമീപനമാണ് ലഹരിയുടെ കാര്യത്തിൽ. അതിനെ ഒഴിവാക്കുക എന്നതാണോ ഈ? അത് ഒരു വലിയൊരു വലിയ പർപ്പസ് ആയിരുന്നു. ഞങ്ങൾ 2ാമത്തെ ഘട്ടം യാത്ര തുടങ്ങിയ സമയത്താണ് നമ്മുടെ കേരളത്തിൽ ലഹരിയുമായി ബന്ധപ്പെട്ട കുറേ അക്രമങ്ങളും അത് ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ അതിനുശേഷം എന്ത് ചെയ്തു, നമുക്ക് മനസ്സിലായി ഇത് കേരളത്തിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമല്ല. സ്വാഭാവികമായിട്ടും കേരളത്തിലേക്ക് വരുന്ന ലഹരി കാര്യങ്ങളൊക്കെ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നൂടെ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നതാണ്. ഈ ലഹരി ലീഗലായിട്ട് യൂസ് ചെയ്യുന്ന ചില പ്രദേശങ്ങൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ തന്നെ ഈ കഞ്ചാവൊക്കെ ലീഗലായിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ടാവില്ലേ? ഈ യുപിയിലൊക്കെ ഈ പറയുന്ന ചില ചടങ്ങുകളിലൊക്കെ ലഹരി ഒഴിവാക്കാൻ പറ്റാത്ത ചില ഏരിയകളിൽ അങ്ങനെ കേൾക്കാം. അവിടെയൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? വിഷയങ്ങളൊന്നുമില്ല. നമ്മുടെ സന്ദേശങ്ങൾ നമ്മൾ അവിടെ പറയുന്ന സമയത്ത് അവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അവർ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ മാത്രമല്ല ഈ 7 സിസ്റ്റേഴ്സ്, അതായത് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ എല്ലാ ആളുകളും മുറുക്കും. ഈവൻ സ്ത്രീകൾ, യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള സ്ത്രീകൾ ഉൾപ്പെടെ എന്ത് ചെയ്യും, മുറുക്കും. മിസോറാമിൽ നമ്മളോട് അത് ചോദിച്ചു, നിങ്ങൾ മുറുക്കുന്നു എന്ന് ചോദിച്ചു. പക്ഷെ നമുക്ക് നമ്മൾ പരീക്ഷ നോക്കിയിരുന്നോ? ഇല്ല, നമ്മൾ ലഹരിക്ക് എതിരെയാണ്. നമ്മൾ അവിടെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാരണം നമ്മൾ അവർക്കതൊരു ശീലമാണ്. നമ്മളത് അവരെ കൂടാതെ ചെയ്യണം. നമ്മൾ അവരാഗ്രഹിക്കുന്നു. ഇല്ല മദ്യപിച്ചിട്ടുണ്ടോ? ഇല്ല. തീർച്ചയായിട്ടും. അല്ല, ഉപയോഗിച്ച ആൾക്കും ഇതിൽ ഇറങ്ങിച്ചെല്ലാം. അവർക്കാണ് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ പറ്റുന്നത്. കാരണം അത് ഒഴിവാക്കിയ ആൾക്കാർക്ക് അതിന്റെ ബാഡ് എഫക്ട്സ് അറിഞ്ഞ ആളുകൾക്ക് എന്ത് ചെയ്യാം, ഇറങ്ങിച്ചെല്ലാം. ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ശരിക്കും യാത്ര ഒരു ലഹരി ആയിരുന്നു? യാത്ര ലഹരി തന്നെയായിരുന്നു. അപ്പോൾ ഈ മയക്കുമരുന്ന്, മദ്യം അങ്ങനെയുള്ള ഒന്നും വേണ്ട. ഞാൻ യാത്രയിലേക്ക് വരാനുള്ള ഒറ്റ കാരണം പറഞ്ഞ് നമ്മൾ അതിലേക്ക് പോവാം. ഞാൻ 6ാം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഒരു ഊട്ടി മൈസൂർ ട്രിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ഒഴികെയുള്ള മുഴുവൻ കുട്ടികളും എന്ത് ചെയ്തു, അതിൽ പങ്കെടുത്തു. 6ാം ക്ലാസ് 7ാം ക്ലാസ് സമയത്ത്. അപ്പോൾ എനിക്ക് എന്തോ കാരണങ്ങൾ കൊണ്ട് എന്ത് ചെയ്തില്ല, പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല. സാമ്പത്തിക ഇഷ്യൂസ് ആയിരിക്കാം, ഒരുപക്ഷെ ആളുകൾ പാരൻസിനോട് ചോദിക്കാനുള്ള മടി കൊണ്ടായിരിക്കാം. അന്ന് ഞാൻ മനസ്സിൽ കരുതിയതാണ്, ഏതെങ്കിലും ഒരു നിലയിൽ എത്തുന്ന സമയത്ത് നല്ലൊരു യാത്ര ചെയ്യണം. ഇപ്പം ഞാൻ അഭിമാനത്തോടെ പറയാം, ഒരു 25-ലധികം തവണ മൈസൂർ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, യാത്ര ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഓൾ ഇന്ത്യ ടൂർ നടത്തിയ ഒരു വ്യക്തി ആവാം. ആളുകൾ ഉണ്ടാവാം, പക്ഷെ ഇത്രയും ലോങ്സ്റ്റ് എന്ന രീതിയിൽ അല്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന 3 രാജ്യത്തിന്റെ അതിർത്തികൾ, രാജ്യത്തിനുള്ളിൽ അല്ല, ഈ പാകിസ്ഥാന്റെ അതിർത്തി വഴിയൊക്കെ നിങ്ങൾ ക്രോസ് ചെയ്തിരുന്നു. നേപ്പാൾ, ഭൂട്ടാൻ, അവിടെയൊക്കെ പോയിരുന്നു. ചൈന അതിർത്തി പോയിട്ടുണ്ട്. അതിപ്പം അത് 2 ഘട്ടമായിട്ടാണെങ്കിൽ പോലും 86 ദിവസം കൊണ്ട് നിങ്ങൾ അത് കവർ ചെയ്തു അല്ലേ? അപ്പൊ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു വ്യക്തി, എനിക്ക് തോന്നുന്നു ഓൾ ഇന്ത്യ ടൂർ പോയിട്ടുള്ളവർ പലപ്പോഴായിട്ട് ഇന്ത്യയുടെ പല സംസ്ഥാനങ്ങളിൽ പോയിട്ട് ഉള്ളതല്ലാതെ ഒറ്റ ട്രിപ്പില് മുഴുവൻ സംസ്ഥാനങ്ങളും കവർ ചെയ്ത് വന്നിട്ടുള്ളത് വളരെ കുറവായിരിക്കും. അതിൽ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി ഇപ്പൊ 27-28 വയസ്സ് അല്ലേ, നിജാസ് ബ്രോ എന്ന് തന്നെ വിളിക്കാം, അഡ്വക്കേറ്റ് ആണ്. ഇപ്പം 28 വയസ്സില് അതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ തോന്നുന്നു? ഇത്ര ചെറിയ പ്രായത്തിൽ ഇത്രയും സംസ്ഥാനങ്ങൾ കവർ ചെയ്യുന്നു, ഇന്ത്യ മുഴുവൻ അറിയുന്നു, ഇന്ത്യയുടെ മുഴുവൻ എന്താ പറയുക, ഇന്ത്യയിലെ സംസ്കാരങ്ങളെ തൊട്ടറിയുന്നു, അവിടുത്തെ ഭക്ഷണം രുചിച്ചറിയുന്നു, അവിടുത്തെ എന്താ പറയുന്നത്, അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു. ആ ഒരു എക്സ്പീരിയൻസ് എന്താണ്? അതിന്റെ സിമ്പിൾ ടേമാണ് യാത്രയാണ് ലഹരി. അതെ, നമ്മൾ മറ്റേത് ലഹരിയേക്കാളും വലിയ ലഹരിയാണ് യാത്ര. കാരണം നമ്മൾ നാളെ പോകാനുള്ള ഡെസ്റ്റിനേഷൻ നമ്മൾ പ്ലാൻ ചെയ്യുന്ന സമയത്ത്
നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഒരു ഉന്മാദമുണ്ട്. നാളെ എന്തായിരിക്കും അവിടെ, അടുത്ത 10 മിനിറ്റ് എന്തായിരിക്കും, അടുത്ത മണിക്കൂർ എന്തായിരിക്കും. ഓരോ സമയത്തും നമ്മളിങ്ങനെ അടുത്ത നിമിഷത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യാണ്. അപ്പോൾ ഈ 86 ദിവസങ്ങളിലും ഞാൻ എന്ത് ചെയ്തിട്ടില്ല, ഒരു രീതിയിൽ ബോറിംഗ് ഇല്ല. ഫുൾ ലഹരിയുടെ മൂഡ് തന്നെയാണ്. ലഹരി ഉപയോഗിച്ചവർക്ക് അതിന്റെ മൂഡ് എന്താ മനസ്സിലാവും. പക്ഷെ ഞാൻ ചോദിക്കുന്നത് 86 ദിവസം ഒന്ന് സെറ്റ് ചെയ്ത് പോയതാണോ അതോ 86 ദിവസം കൊണ്ട് അവസാനിച്ചതാണോ ഈ യാത്ര? എങ്ങനെ കൃത്യമായിട്ട് ഇത്ര ദിവസം കൊണ്ട് എനിക്ക് തീർക്കണം ഈ ട്രിപ്പ് തീർക്കണം അങ്ങനത്തെ പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളത് അവസാന സമയത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാരണം ഇന്ത്യ പാക് ഇഷ്യൂ ആണ്. നമ്മളെ ഇപ്പോഴും വരില്ല. ഇല്ലല്ല, വരില്ല. അത് നമ്മള് തോന്നുന്നില്ല. ഇല്ലല്ല, ഒരിക്കലും തോന്നില്ല. അപ്പൊ ഈ ജോലി വിഷയമല്ല. ജോലി നമ്മൾ ലീവ് എടുക്കാം. പിന്നെ നമ്മുടെ സീനിയേഴ്സ് ആയാലും അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം ജോലിയും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് പറ്റുമോ എന്നുള്ളതായിരിക്കും ബുദ്ധിമുട്ടായിരിക്കും. ആഗ്രഹങ്ങളുള്ളവരുടെ ഈ എല്ലാവർക്കും യാത്രകൾ ഇഷ്ടമാണ്. ഓൾ ഇന്ത്യ ടൂർ എന്നൊക്കെ പറയുന്ന എല്ലാവരുടെയും ഒരു ഡ്രീമാണ്. ഇപ്പൊ എനിക്കാണെങ്കിലും ഒരു ബുള്ളറ്റും എടുത്ത് ലഡാക്കിലേക്കൊക്കെ ഒന്ന് പോകണമെന്നും അതുപോലെ കുളുമണാലി പോയെന്ന് ചില്ലാവണമെന്നൊക്കെ ഉണ്ട്. പക്ഷെ ജോലിയുടെ തിരക്കും സാമ്പത്തികത്തിന്റെ ബുദ്ധിമുട്ടും കൊണ്ടൊന്നും പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഉപദേശം കൊടുക്കാനുണ്ടോ? ജോലി ചില സമയങ്ങളിൽ നിന്ന് ജോലി മാറ്റി വെക്കേണ്ടി വരും. ഇപ്പോൾ ദിവസവും ജോലിയുടെ പുറകെ തന്നെ പോകണം. നമ്മളൊരു വയസ്സിൽ എന്ത് ചെയ്യണം, നമ്മൾ റിട്ടയർഡ് ആവണം, അതിനുശേഷം നമ്മൾ വീട്ടിലിരിക്കണം എന്നുള്ള ഒരു സിസ്റ്റം നമ്മൾ പാരമ്പര്യമായിട്ട് തുടർന്നുകൊണ്ടിരുന്ന സിസ്റ്റമാണ്. ചിലപ്പോൾ അത് മാറേണ്ടി വരും. ഒരു 3 കൊല്ലം ഒരു ജോലിയിൽ നിന്നിട്ട് നമ്മളത് ഒഴിവാക്കിയിട്ട് കുറേ യാത്ര ചെയ്ത് മറ്റു ജോലിയിൽ പോകേണ്ടി വരും. ഇപ്പം പ്രാക്ടീസ് അല്ലേ? അതെ, സ്വന്തമായിട്ട് കേസുകൾ ഏറ്റെടുത്ത് ചെയ്യാറുണ്ട്. അപ്പം ഇപ്പം ഒരു അഡ്വക്കേറ്റിൻ്റെ എന്ന് പറയുന്ന ഒരു കേസുകൾ വരുന്നതാണ്. അത് ഇപ്പം ഇത്ര ചെറുപ്പത്തിൽ കേസുകൾ വന്നെടുത്ത് അത് വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ്, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ലൈഫിൽ നാളെ ഒരു നമ്മളെ തേടി നമ്മുടെ ക്ലയൻസ് വരാനായിട്ടുള്ള ഒരു വളമാണ്. അപ്പോൾ ഈ യാത്രകൾ അതിനെ ബാധിച്ചിട്ടുണ്ടോ? ഏതെങ്കിലും കേസുകൾ ഏറ്റെടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ടോ യാത്ര? വരുമല്ലോ, തീർച്ചയായിട്ടും. അതിൽ ഏറ്റവും കൂടുതൽ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഒരു കേസ് ഏതാണ്? അല്ലെങ്കിൽ ഇത് ഞാൻ ഏറ്റെടുത്തിരുന്നെങ്കിൽ എനിക്ക് നല്ലൊരു പേര് കിട്ടുമായിരുന്നല്ലോ എന്ന് തോന്നിയ ഏതെങ്കിലും കേസുകൾ ഒഴിവാക്കപ്പെടേണ്ടി വന്നിട്ടുണ്ടോ? സത്യത്തിൽ ഇപ്പോൾ നിലവിൽ എൻ്റെ കേസുകളൊക്കെ എൻ്റെ സീനിയേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കേസുകളാണ്. എനിക്ക് സ്വന്തമായിട്ട് കേസുകൾ ഏറ്റെടുക്കാം, പക്ഷെ എൻ്റെ എല്ലാ കേസുകളും സീനിയേഴ്സുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള കേസുകളില്ല. ഈ യാത്രയ്ക്ക് അത് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ടാണോ? അതും ഒരു കാരണമാണ്. കാരണം നമ്മളെ ഏത് ക്ലയൻ്റ് ആയാലും നമ്മുടെ അടുത്ത് നിന്ന് അവരെന്ത് ചെയ്യുന്ന പ്രതീക്ഷിക്കുന്നത് അവർ സത്യസന്ധമായ രീതിയിൽ അല്ലെങ്കിൽ ജയിക്കണം. എല്ലാ ക്ലയൻസിനും ആഗ്രഹം ജയിക്കണം എന്നാണല്ലോ, ആർക്കായാലും. രണ്ടാൾ നമ്മൾ ഏറ്റുമുട്ടുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജയിക്കണം എന്ന് തന്നെ ആയിരിക്കുമല്ലോ ആഗ്രഹം. ഒരു ചോദ്യം ചോദിച്ചാൽ, ആസ് ആൻ അഡ്വക്കേറ്റ്, ആസ് എ ട്രാവലർ, ഏതിലാണ് വിജയിച്ചതായിട്ട് തോന്നുന്നത്? ട്രാവലർ എന്ന രീതിയിൽ തന്നെ എനിക്ക് എന്നെ അഡ്വക്കേറ്റ് ആ ഒരു പ്രൊഫഷനിൽ എനിക്ക് കഴിവ് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. ഇനിയും തീർച്ചയായിട്ടും ആസ് എ ട്രാവലർ എന്ന രീതിയിൽ. അതെ, എങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് നല്ലൊരു മെസ്സേജ് എൻ്റെ സമൂഹത്തിന്, എൻ്റെ കേരളത്തിന് എനിക്ക് കൊടുക്കാൻ വേണ്ടി പറ്റൂ. ഓക്കെ, ഞാൻ ചോദിക്കട്ടെ, ഈ ലഹരിക്കെതിരായിട്ടാണ് ഇത്തവണത്തെ യാത്ര പോയത്. ഇനിയിപ്പോ ഒരു വേൾഡ് ടൂർ വരികയാണെങ്കിൽ അപ്പോൾ ഉണ്ടാകുമല്ലോ, ഒരു വേൾഡ് ടൂർ എന്ന് പറയുന്ന ഒരു ടാർഗറ്റ് എന്തായാലും ഉണ്ടാവും. അന്നും കൂടെ സന്താ സഹചാരി താർ തന്നെ ആയിരിക്കുമോ? താറാണെങ്കിൽ ബെറ്റർ. താറാണെങ്കിലും സാറാണെങ്കിലും ബെറ്റർ. വേൾഡ് ടൂറിന് പറ്റിയവരാണ് തീർച്ചയായിട്ടും മഹീന്ദ്രയുടെ പടക്കുതിര. ഓക്കെ, ഞാൻ ചോദിക്കുന്നത്, ഈ ലഹരിക്കെതിരായിട്ട് ഒരു ക്യാമ്പയിൻ നടത്തുന്നു, നിങ്ങളൊരു ഇന്ത്യ ടൂർ നടത്തുന്നു, സ്കൂളുകളിൽ അതിനെതിരായിട്ട് നിങ്ങൾ സംസാരിക്കുന്നു, അതുപോലെ തന്നെ നിങ്ങൾ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം യാത്രയാണ് ലഹരി എന്ന സന്ദേശം മുറുക്ക പിടിക്കുന്നു. ഇതുകൊണ്ട് ഒരാളിൽ നിന്നെങ്കിലും ലഹരി തുടച്ചു മാറ്റാൻ പറ്റിയെന്നുള്ള വിശ്വാസമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇനി പുതിയ തലമുറയ്ക്ക്, അതായത് ഇനി വളർന്നു വരുന്ന തലമുറയ്ക്ക് എന്താണ് ഉപദേശം കൊടുക്കാനുള്ളത്? നമ്മൾ ഒരിക്കലും ഒരു ലഹരിയുടെ പേരിൽ ഒരു നാടിനെ എന്ത് ചെയ്യരുത്, പച്ചക്ക് അധിക്ഷേപിക്കരുത്. അങ്ങനെ അധിക്ഷേപിച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവിടെയുള്ള ആളുകൾ ഇതുപോലൊരു ട്രാവലർ ജനിക്കുമെന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയല്ല, പക്ഷെ എന്നാൽ പോലും അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്ത് തന്നെ ആയാലും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് അങ്ങനെ കേരളത്തിൽ എങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു കുട്ടിയെ കുറേ ആളുകൾ ചേർന്ന് കൊന്നിട്ടുണ്ട്. അതുകൊണ്ട് കേരളം മുഴുവൻ അങ്ങനെ ആയിരിക്കും എന്ന രീതിയിൽ എന്ത് ചെയ്യരുത്, ആ ഒരു പുറത്തേക്ക് അങ്ങനെ പ്രചരിപ്പിക്കരുത്. ലഹരിയുടെ കാര്യത്തിലും സെയിം. കേരളത്തിൽ സമീപത്തുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസുമായിട്ട് കേരളത്തെ വിലയിരുത്തരുത്. കേരളം അതല്ല. കേരളത്തിനെ കാണണമെങ്കിൽ നമ്മൾ കേരളത്തിന് ഉള്ളോട് കയറി ചെല്ലണം, എന്നാൽ നമുക്ക് കേരളത്തിനെ കാണാൻ പറ്റും. തലശ്ശേരിയിൽ ജനിച്ചു വളർന്ന് താമരശ്ശേരിയിൽ ജനിച്ചു വളർന്നല്ല, ഞാൻ ആക്ച്വലി പേരാമ്പ്രക്കാരനാണ്. പേരാമ്പ്ര. അപ്പോൾ പേരാമ്പ്രയിൽ നിന്ന് ഏകദേശം 10 വർഷമായിട്ടേ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അല്ല, ഞാൻ ചോദിച്ചത്, പേരാമ്പ്രയിൽ ജനിച്ചു വളർന്ന് എറണാകുളത്ത് ജോബ് കരിയർ വളർത്തിയെടുത്ത് ഇപ്പോൾ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലും തൻ്റെ പാദം പതിപ്പിച്ചു കഴിഞ്ഞൊരു വ്യക്തി, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് മകനെ മിസ് ചെയ്യുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവും. പറയുന്നുണ്ടോ? എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യാത്ര പല സമയങ്ങളിലായിട്ട്. ഇപ്പം കുറച്ച് ഉമ്മയായാലും ഉപ്പയായാലും ബ്രദർ ഒരു സിസ്റ്ററാണ് എനിക്കുള്ളത്. അപ്പം വീട്ടിൽ ബാക്കി കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും മിസ്സിംഗ് ആണ്. അവർക്ക് മിസ്സിംഗ് ആണ്, നമുക്ക് ഉള്ളിലുണ്ടാവും. ഉമ്മയുടെ ഫുഡ് യാത്രകളിൽ മിസ് ചെയ്ത് തീർച്ചയായിട്ടും. വീട്ടിലുള്ള ഫുഡ് എന്ന് പറയുന്നത്
പകുതി വഴിക്ക് യാത്ര നിർത്തി വീട്ടിലേക്ക് പോയാലൊന്ന് ചിന്തിച്ച ഏതെങ്കിലും അവസരങ്ങളുണ്ട്? അങ്ങനെ ഞാൻ ആ ടെന്റിലുണ്ടായ മഴയുടെ എക്സ്പീരിയൻസിൽ ആ സമയത്ത് അന്ന് സത്യത്തിൽ പേടിച്ചു പോയിരുന്നു ഞാൻ, ആ പാമ്പൂടെ ആയ സമയത്തെ. കാരണം സാറ് ജീപ്പിൽ നന്നായിട്ട് കിടന്നുറങ്ങാണ്, ഞാനിത് ആകെ ടെൻഷനായി ആ സമയത്ത്. തിരിച്ചു പോകണമെന്നല്ല, പക്ഷേ ഏതോ ഒരു സമയത്തൊരു ചടലോ. അതെ അതെ പോയാലോ. പിന്നെ ഇന്നത്തെ തലമുറയ്ക്ക് കൊടുക്കാനുള്ള സന്ദേശം? തലമുറ കൊടുക്കാനുള്ള സന്ദേശം, നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഞാൻ പറഞ്ഞ 6ാം ക്ലാസ്സിലെ സമയത്ത് എൻ്റെ ഉള്ളിലുള്ള ആഗ്രഹമായിരുന്നു ഒരുപാട് യാത്ര ചെയ്യണം എന്നുള്ളത്. ആ സമയത്ത് എൻ്റെ അടുത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ നിങ്ങൾ പഠിച്ച്, ഞാൻ സ്വന്തമായിട്ട് 6ാം ക്ലാസ് 7ാം ക്ലാസ് മുതൽ ഇങ്ങോട്ട് ചെറിയ രീതിയിൽ അധ്വാനിച്ച് ഇന്ന് വരെ അധ്വാനിച്ച് ജീവിക്കുന്ന ആളാണ്. എൻ്റെ സ്വന്തം പഠനത്തിനുള്ള വിദ്യാഭ്യാസത്തിനുള്ള സാധനങ്ങൾ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതേപോലെ സ്വന്തമായി അധ്വാനിച്ച് നല്ലൊരു പ്രൊഫഷനിൽ എത്തിയിട്ട് നല്ലൊരു യാത്ര ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ സന്ദേശം പ്രചരിപ്പിക്കുക. അല്ലാതെ മറ്റുള്ള സാധനങ്ങൾ, ഇത്തരത്തിലുള്ള ലഹരി, ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മാറ്റിവെക്കുക. ഇപ്പം കലാരംഗത്ത് പലരും ലഹരിക്ക് അടിമകളാണ്. അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ഞാൻ പറയുകയല്ല. വേടനെ കഞ്ചാവുമായി അറസ്റ്റ് ചെയ്യുന്നു. ഖാലിദ് റഹ്മാൻ ഇപ്പം അദ്ദേഹത്തിൻ്റെ ആലപ്പുഴ ജിംഖാന എന്ന് പറയുന്ന ചിത്രം വിജയകരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഹൈബ്രിഡ് കഞ്ചാവുമായിട്ട് അറസ്റ്റ് ചെയ്യുന്നു. ഷൈൻ ടോം ചാക്കോ, ശ്രീനാഥ് ബാസി എന്നിവരൊക്കെ സംശയത്തിന് നേരിൽ. അതിൽ തന്നെ ഈ ഷൈൻ ടോം ചാക്കോയെ ഇപ്പം തൊടുപുഴ മുതലക്കോടത്തുള്ള നമ്മുടെ ഡി അഡിക്ഷൻ സെൻറ്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു, കഞ്ചാവിൽ നിന്ന് മുക്തി പ്രാപിക്കാനായിട്ട്. ഇപ്പം കലാരംഗം ലഹരിയിൽ അടിമപ്പെട്ട് കിടക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ? എന്ന് പറയാൻ പറ്റില്ലല്ലോ നമുക്ക്. അവർ ചിലപ്പോൾ അവരെ കുറ്റം തെളിയിക്കേണ്ടതായിട്ടുണ്ട്. കുറ്റം തെളിയിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും. മാത്രമല്ല, ഇപ്പോഴത്തെ ഈ ഒരു കലാരംഗത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ലഹരിയൊക്കെ മഹത്വവൽക്കരിക്കുന്നുണ്ട്. അതൊരു പ്രശ്നം തന്നെയാണ്. ലഹരിയെ മഹത്വവൽക്കരിക്കുക, വില്ലനിസത്തെ മഹത്വവൽക്കരിക്കുക. ആഷിഖ് അബു ഇടുക്കി ഗോൾഡ് എന്ന പേരിൽ ഇടുക്കിയിൽ ഫേമസ് ആയിട്ടുള്ള കഞ്ചാവിന്റെ പേരിൽ തന്നെ പൂത്തു നിൽക്കുന്ന കഞ്ചാവ് ചെടികളുടെ ആ മനോഹരമായ ഫ്രെയിമുകളും വെച്ച് സിനിമ വരെ ഇറക്കി. അതെ അതെ, ലഹരിയെ അതേപോലെ തന്നെ വില്ലനിസം ഗ്ലോറിഫൈ ചെയ്യുകയാണോ? ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് നല്ലതാണെന്ന് പറയുകയാണല്ലോ. അതെ അതെ, മഹത്വവൽക്കരിക്കുന്ന പരിപാടി നിർത്തണം. അത് കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം തെറ്റായ ഉപദേശമാണ് സൊസൈറ്റി കൊടുക്കുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങൾ നിർത്തണം. കലാകാരന്മാർ എന്ത് ചെയ്യുക, വില്ലനിസത്തെയും അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള ലഹരിയെ പ്രൊമോട്ട് ചെയ്യുന്ന സിനിമകളൊക്കെ എന്ത് ചെയ്യുക, തൽക്കാലത്തേക്കല്ല ഒഴിവാക്കുക. ഗ്രാജുവലി, പെട്ടെന്ന് നടക്കണ്ടാവില്ല, ഗ്രാജുവലി ഒഴിവാക്കാൻ വേണ്ടി. അപ്പം നിജാസ് സാർ, ഇനിയും ഒരുപാട് യാത്രകൾക്ക് ജഗദീശ്വരൻ അനുഗ്രഹിക്കും. താങ്ക് യു. എല്ലാ യാത്രകളും പുതിയ പുതിയ സന്ദേശങ്ങളാണ്. തീർച്ചയായും. ഇനി വരുന്ന തലമുറയെ ലഹരിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റട്ടെ. ഞങ്ങളുടെ ഫ്ലോറിൽ വന്നതിനും ഞങ്ങളോടൊപ്പം സമയം ചെലവഴിച്ചതിനും ഒരുപാട് നന്ദി. താങ്ക് യു.